അധ്യായം 2. മരിയ സിമ്മയുടെ പശ്ചാത്തലം. ദയവായി താങ്കളുടെ ബാല്യകാലം, യൗവനം, ഈ കാലഘട്ടങ്ങളെപ്പറ്റി സംസാരിക്കാമോ? 3 വട്ടം ഞാൻ കന്യകാലയത്തിൽ പോകാനൊരുങ്ങി. ഞാൻ ശൈശവത്തിൽ തന്നെ എൻ്റെ അമ്മയോട് ഞാൻ ഒരിക്കലും വിവാഹിതയാവില്ല എന്ന് പറഞ്ഞിരുന്നു. നീ 20 വയസ്സുവരെ തീരുമാനമൊന്നും എടുക്കേണ്ട, അത് കഴിഞ്ഞ് ഞാൻ ചോദിക്കാമെന്ന് അമ്മ പറഞ്ഞു. ഇല്ല അമ്മേ, എൻ്റെ തീരുമാനത്തിന് മാറ്റമൊന്നും വരില്ല. എൻ്റേത് തീർത്തും ഉറച്ച തീരുമാനമാണ്. ഒന്നുകിൽ ഞാൻ മഠത്തിൽ ചേരും, അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുന്ന ഒരു ജോലി സ്വീകരിച്ച് എവിടെയെങ്കിലും ജീവിക്കും, ഞാൻ മറുപടി പറഞ്ഞു. എൻ്റെ അമ്മ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അതുകൊണ്ട് ഞാനും അങ്ങനെ തന്നെ ചെയ്തിരുന്നു. പിന്നീട് ഞാൻ എല്ലാ പ്രാർത്ഥനകളും അവർക്ക് വേണ്ടി മാത്രം ചെയ്യാൻ തീരുമാനിച്ചു. സ്കൂൾ ജീവിതം അവസാനിച്ചപ്പോൾ ഞാൻ മഠത്തിൽ ചേരുവാൻ ആഗ്രഹിച്ചു. ദൈവം അത് ആഗ്രഹിക്കുന്നുവെന്ന് ഞാൻ ചിന്തിച്ചു. അങ്ങനെ 17-ാം വയസ്സിൽ ഞാൻ ഹാൾ എന്ന സ്ഥലത്തുള്ള ഈശോയുടെ തിരുഹൃദയ മഠത്തിൽ ചേർന്നു. ആദ്യ മാസം കഴിഞ്ഞപ്പോൾ അവർ എന്നോട് പറഞ്ഞു, നീ തീരെ ദുർബലയാണ്, നിനക്കിവിടെ തുടരാനാവില്ല. ഞങ്ങൾ തീർത്തു പറയുന്നു. 8-ാം വയസ്സിൽ ന്യൂമോണിയയും പ്ലൂരസിയും പിടിപെട്ടതിനാൽ ഞാൻ ശാരീരിക വളർച്ച കുറഞ്ഞവളായിരുന്നു. അതുകൊണ്ട് 1 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടം വിട്ടുപോന്നു. പോരുമ്പോൾ മദർ സുപ്പീരിയർ പറഞ്ഞു, നിനക്ക് ആത്മീയ ജീവിതത്തിലേക്ക് ഒരു വിളിയുണ്ട്. 2-3 കൊല്ലം കാത്തിരിക്കുക. നിന്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു കഴിയുമ്പോൾ കുറച്ചുകൂടി എളുപ്പമുള്ള ഒരു മഠത്തിൽ ഒരുപക്ഷെ ആവൃത്തിക്കുള്ളിൽ മാത്രം ജീവിക്കുന്നിടത്ത് ചേരുക. അത് കേട്ടപ്പോൾ എൻ്റെ ചിന്ത പിന്നെ ആവൃത്തിക്കുള്ളിലോ പുറത്തോ എവിടെയായാലും വേണ്ടില്ല, ഞാൻ കാത്തിരിക്കാൻ തയ്യാറല്ല. ഉടനെ തന്നെ അടുത്ത മഠത്തിൽ പോവുക എന്നതായി. 2ാമത്തെ ഡൊമിനിക്കൻ കന്യാസ്ത്രീ മഠം ടാൽബക്കിലായിരുന്നു. 8 ദിവസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നീ വളരെ ക്ഷീണിതയാണ്, ഇവിടെ നിന്ന് പോകേണ്ടിയിരിക്കുന്നു. അടുത്ത കൂട്ടർ മിഷൻ സിസ്റ്റേഴ്സ് ആയിരുന്നു. ഇതാണ് എനിക്ക് വേണ്ടത്. അതുകൊണ്ടായിരിക്കാം മറ്റു 2 സ്ഥലങ്ങളിലും നിന്ന് പോരേണ്ടി വന്നത്. അങ്ങനെ ഞാൻ സ്വിറ്റ്സർലൻഡിലുള്ള ഫ്രാൻസിസ്കൻ സിസ്റ്റേഴ്സിനടുത്ത് ഞാനെത്തി. അവരോട് ഇതിനകം ഞാൻ മറ്റു 2 മഠങ്ങളിൽ പോയതും മടങ്ങിപ്പോയതും പറയേണ്ടിയിരുന്നു. അതുകൊണ്ടാവാം അവർ എനിക്ക് കഠിനമായ ജോലികൾ തന്നു. മറ്റുള്ള സന്യാസാർത്ഥികൾ എന്നോട് ചോദിക്കുമായിരുന്നു, എന്തിനാണ് ഇത്രയേറെ ജോലി തനിയെ ചെയ്യുന്നത്? ഞങ്ങളെക്കൊണ്ടിത് പറ്റില്ല. നോക്കിക്കോ, കർത്താവ് എന്നെ സഹായിക്കും, കുഴപ്പമൊന്നുമില്ല. അവർ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും. ഞാൻ മറുപടി പറയും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അവർ എന്നോട് പറഞ്ഞു, ഇന്നു നീ ഈ ചെറിയ ജോലികൾ ചെയ്താൽ മതി. ഞാൻ മനസ്സിൽ പറഞ്ഞു, ഒന്നുകിൽ ഞാൻ ഇവിടെ നിന്ന് പോകണം, അല്ലെങ്കിൽ എനിക്കിതൊക്കെ കഴിയുമെന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്നു. പക്ഷേ സന്യാസാർത്ഥികളുടെ മിസ്ട്രസ് പടിയിറങ്ങി വരുമ്പോൾ അവരുടെ മുഖഭാവത്തിൽ നിന്ന് ഉടനടി എനിക്ക് മനസ്സിലായി, ഞാൻ വീട്ടിലേക്ക് മടങ്ങിപ്പോകണമെന്ന്. അവർ താഴെ വന്ന് എന്നോട് പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. മുഴുമിക്കാൻ അനുവദിക്കാതെ ഞാൻ പറഞ്ഞു, അതെ, ഞാൻ വീട്ടിലേക്ക് മടങ്ങണമെന്നല്ലേ പറയാൻ പോകുന്നത്. ആരാണ് നിന്നോടിത് പറഞ്ഞത്? അത് ഞാൻ നിങ്ങളുടെ മുഖത്ത് കണ്ടു. അവർ പറഞ്ഞു, അതെ, നീ ഇവിടെ തുടരാൻ തീരെ ദുർബലയാണ് കേട്ടോ. അതിനുശേഷം ഞാനൊരു തീരുമാനത്തിലെത്തി. ഞാൻ ഇവിടെ താമസിക്കുന്നില്ലെങ്കിൽ ഇനി ഒരിടത്തും പോകുന്നില്ല. ആ നിമിഷം മുതൽ എൻ്റെ ആത്മാവ് ഏറെ യാതന അനുഭവിച്ചുവെന്ന് ഞാൻ പറയട്ടെ. അക്ഷമയായി ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഞാൻ അവിടുത്തെ ഹിതം നിറവേറ്റിയെങ്കിൽ അതെൻ്റെ തെറ്റല്ല, നിന്റേതാണ്. ദൈവത്തോട് അത്ഭുതം പ്രവർത്തിക്കാൻ ആവശ്യപ്പെടരുതെന്ന് അന്നെനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ അപ്പോഴും തീരെ ചെറുപ്പമായിരുന്നു. ഞാൻ എന്തു ചെയ്യണമെന്ന് ദൈവം എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെന്ന് ഞാൻ കരുതി. അതെന്താണെന്ന് എനിക്ക് ഉൾക്കൊള്ളാനുമായില്ല. വൈക്കോൽ കൂനകൾക്കിടയിൽ ഒളിപ്പിച്ച കൈകൊണ്ടെഴുതിയ ഒരു കുറിപ്പ് ഞാൻ കണ്ടെത്തുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. മരിയ, താങ്കൾ പറഞ്ഞല്ലോ താങ്കളുടെ അമ്മ പാവപ്പെട്ട ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നുവെന്ന്. ആരാണീ പാവപ്പെട്ട ആത്മാക്കൾ? അവരെ കരുണയോടെ വീക്ഷിച്ചിരുന്നു എന്നതിൻ്റെ അർത്ഥമെന്താണ്? സ്വർഗത്തിൽ ചെന്നു ചേരാത്ത മരിച്ച വ്യക്തികളുടെ ആത്മാക്കളാണ് പാവപ്പെട്ട ആത്മാക്കൾ. അവർ ഇപ്പോഴും ശുദ്ധീകരണ സ്ഥലത്തിലാണ്. ലോകത്തിലെ ചിലയിടങ്ങളിൽ അവർ വിശുദ്ധാത്മാക്കൾ, തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്ന് അറിയപ്പെടുന്നു. എന്നാൽ സുവിശേഷ അധിഷ്ഠിതമായി അവർ പാവപ്പെട്ട ആത്മാക്കളാണെന്നതാണ് ശരി. അവർ 100% നമ്മെ ആശ്രയിക്കുന്നതിനാൽ
അവരെ പാവപ്പെട്ട ആത്മാക്കൾ എന്ന് പറയുന്നത് ശരിയാണ്. കാരണം പാവപ്പെട്ടവരെല്ലാം മറ്റുള്ളവരെ ആശ്രയിക്കുന്നല്ലോ. ഏതായാലും എൻ്റെ അമ്മ അവർക്ക് വേണ്ടി ഏറെ പ്രാർത്ഥിച്ചിരുന്നു. സ്നേഹപൂർവ്വം പരിഹാരങ്ങൾ ചെയ്യുകയും അവരെ സ്വന്തം ഹൃദയത്തോട് ചേർക്കുകയും ചെയ്തിരുന്നു. അമ്മ ഞങ്ങളോട് പറയും, കുട്ടികളെ, നമുക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നാം മരിച്ചവരുടെ ആത്മാക്കളെ സഹായിക്കണം. കാരണം അവർ നമുക്കെപ്പോഴും നന്ദിപൂർവ്വം സഹായമരുളുന്നവരാണ്. എൻ്റെ അമ്മ ആർസിലെ വിയാനി പുണ്യവാളന്റെ അടുത്ത ആളായിരുന്നു. പലപ്പോഴും അമ്മ ആഴ്സിലേക്ക് തീർത്ഥയാത്ര നടത്തുകയും ചെയ്യുമായിരുന്നു. ഇപ്പോഴെനിക്കറിയാം, അമ്മയ്ക്ക് മരിച്ചവരുടെ ആത്മാക്കളുടെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിഞ്ഞിരുന്നു. അത് കുട്ടികളായി ഞങ്ങളെ അറിയിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചുമിരുന്നു. 1940 ഈ പ്രത്യേക അനുഭവങ്ങൾ ആരംഭിച്ചപ്പോൾ എനിക്ക് വളരെ പെട്ടെന്ന് ഇതാണ് എന്നെ സംബന്ധിച്ചുള്ള ദൈവഹിതമെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു. എനിക്ക് 25 വയസ്സുള്ളപ്പോഴാണ് ആദ്യമായി ഒരാത്മാവ് എന്നെ കാണാൻ വരുന്നത്. ഞാൻ അതുവരെ കാത്തിരിക്കാൻ ദൈവം തിരുമനസ്സായി. മൃതിയടഞ്ഞ ഒരു വ്യക്തിയുടെ ആത്മാവ് താങ്കളെ കാണാൻ വന്നുവെന്നാണോ അർത്ഥമാക്കുന്നത്? അത് മുറിയിൽ വന്ന് താങ്കളെ സന്ദർശിച്ചുവെന്നാണോ പറയാൻ ഉദ്ദേശിക്കുന്നത്? അവർ ഇപ്പോഴും വരുന്നു. 1940 മുതൽ 1953 വരെ, മിക്കവാറും നവംബർ മാസത്തിൽ. ഓരോ വർഷം 2-3 ആത്മാക്കളെ വന്നിരുന്നുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ഞാൻ വീട്ടുജോലിയിൽ വ്യാപൃതിയായിരുന്നു, അല്ലെങ്കിൽ അടുത്തൊരു ഗ്രാമത്തിലായിരുന്നു. മാതാവിന് സമർപ്പിക്കപ്പെട്ട 1954 എല്ലാ രാത്രികളിലും ഓരോ ആത്മാക്കൾ എന്നെ സന്ദർശിച്ചിരുന്നു. ഇതോടെ എൻ്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുകയും ചെയ്തു. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇടയ്ക്കിടെ എൻ്റെ ആരോഗ്യം കുറയുമെങ്കിലും പൊതുവെ ഞാൻ ആരോഗ്യ ദൃഢഗാത്രയായി തീർന്നിരുന്നു. എന്നെ ഒരു മട്ടത്തിലും ചേർക്കാതിരുന്നതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അവിടുത്തെ ഹിതം നിറവേറ്റാൻ ആവശ്യമായതെല്ലാം അവിടുന്ന് എപ്പോഴും നമുക്ക് നൽകുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞാൻ പ്രഭാഷണങ്ങൾ നടത്തുന്നു. ഒരു ജർമ്മൻകാരിയാണ് ഇതിൻ്റെയെല്ലാം സംഘാടക. അവർ എന്നെ വിളിച്ചു ചോദിക്കും, ഇന്ന ദിവസങ്ങളിൽ ഇന്ന പട്ടണത്തിൽ താങ്കൾക്ക് വരാൻ സാധിക്കുമോ? ആരംഭകാലത്ത് എൻ്റെ പ്രഭാഷണം ഏർപ്പാട് ചെയ്ത ആ ദിവസം എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. കാരണം ഇവിടെ എനിക്കൊരു സന്ദർശകൻ വരുന്നുണ്ടായിരുന്നു. മിക്കവാറും എൻ്റെ എല്ലാ പ്രഭാഷണങ്ങളും നന്നായി സ്വീകരിക്കപ്പെടുന്നു. പക്ഷേ ഇക്കാലഘട്ടത്തിലെ പുരോഹിതർ പലർക്കും ഇക്കാര്യങ്ങൾ പിടികിട്ടുന്നില്ല. പഴയ തലമുറയിലെ വിശ്വാസികളും വൈദികരും ഞാൻ പറയുന്ന കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കുന്നു. എന്തുകൊണ്ട് ഇക്കാര്യങ്ങൾ സംഭവിക്കുന്നുവെന്ന് താങ്കൾ ചിന്തിക്കാറുണ്ടോ? അതേക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻ്റെ ജീവിതം ദൈവത്തിന് നൽകാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നതുകൊണ്ട് പ്രാർത്ഥന എനിക്ക് സുപ്രധാനമായിരുന്നു. പ്രത്യേകിച്ച് മരിച്ചവരുടെ ആത്മാക്കൾക്കായി ഞാൻ പ്രാർത്ഥിക്കുകയും ത്യാഗങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, പരിശുദ്ധ അമ്മയുടെ മുൻപിൽ ഞാനൊരു പ്രതിജ്ഞ ചെയ്തിരുന്നു. പാവപ്പെട്ട ആത്മാക്കൾക്ക് വേണ്ടി സഹിക്കുന്ന ആത്മാവായിരിക്കും ഞാനെന്ന്. അതെ, അതുകൊണ്ടായിരിക്കണം ഇങ്ങനെ സംഭവിച്ചത്. കൃത്യമായി പറഞ്ഞാൽ താങ്കൾ ഏതുവരെ പഠിച്ചു? ഞാൻ പബ്ലിക് ഗ്രേഡ് സ്കൂൾ വരെ പഠിച്ചു. അക്കാലഘട്ടത്തിൽ നിയമമനുസരിച്ച് ഞങ്ങൾക്കതേ സാധ്യമാവുമായിരുന്നുള്ളൂ. ഞങ്ങൾ ദരിദ്രരായിരുന്നു. അപ്പോൾ താങ്കൾ സ്കൂൾ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ എന്ത് പ്രായമുണ്ടായിരുന്നു? ഓർത്തു നോക്കട്ടെ, എനിക്കപ്പോൾ 11 വയസ്സായിരുന്നു. അല്ല, 12. എനിക്കത് തീർച്ചയാണ്. പഠനം അവസാനിക്കുമ്പോൾ എനിക്ക് 12 വയസ്സായിരുന്നു. താങ്കളുടെ കുടുംബത്തിൽ എത്ര കുട്ടികളുണ്ടായിരുന്നു? 8 സന്താനങ്ങളിൽ രണ്ടാമത്തേതായിരുന്നു ഞാൻ. ഗ്രേഡ് സ്കൂളിന് ശേഷം പഠിക്കാനുള്ള യാതൊരു അവസ്ഥയും എനിക്കുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ഉച്ചഭക്ഷണവും അത്താഴവും റൊട്ടിയും സൂപ്പും അടങ്ങുന്നതായിരുന്നു. താങ്കളുടെ വിദ്യാഭ്യാസ യോഗ്യതയെപ്പറ്റി ഞാൻ ചോദിക്കുന്നതിന് കാരണമുണ്ട്. എൻ്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടി എവിടെ നിന്ന് വരുന്നുവെന്ന് എനിക്കറിയണം. താങ്കൾ പറയുന്ന കാര്യങ്ങൾ താങ്കളെ സന്ദർശിക്കുന്ന ആത്മാക്കൾ നൽകുന്ന, അതായത് പ്രകൃത്യാതീതമായവയാണോ, താങ്കൾ വായിച്ചറിഞ്ഞവയാണോ, ചുറ്റുപാടുമുള്ള വ്യക്തികളിൽ നിന്ന് സ്വീകരിച്ചവയാണോ എന്ന് എനിക്കറിയണമല്ലോ. താങ്കളുടെ ഉത്തരങ്ങൾ കൃത്യമായും എവിടെ നിന്ന് വരുന്നുവെന്ന് പറയാമോ? ഉവ്, എനിക്ക് മനസ്സിലാകുന്നു. എൻ്റെ ജീവിതം ഈ ഒരു അനുഭവത്തെ ചുറ്റിപ്പറ്റിയാണ്. എന്നാൽ താങ്കളുടെ സംശയം വളരെ പ്രസക്തമാണ്. ഞാൻ പാവപ്പെട്ട ആത്മാക്കൾ പറഞ്ഞു എന്ന് പറയുന്നതോടെ എൻ്റെ ഭാഗം തീരുന്നു. എന്നാൽ ഞാൻ ഇപ്രകാരം ഒരു മുഖവുര തരുന്നില്ലെങ്കിൽ
ഇതെല്ലാം എൻ്റെ അഭിപ്രായമാണെന്ന് താങ്കൾ ഊഹിക്കും. ഇക്കാര്യത്തിൽ ഞാൻ താങ്കളുടെ സഹായം പ്രതീക്ഷിക്കുന്നു. തികച്ചും ഉറപ്പില്ലാതെ കാര്യങ്ങൾ പറയാനാവില്ല. കാരണം ആഴ്ചയിൽ 3 പ്രാവശ്യം ആത്മാക്കളെ ഞാൻ കാണുന്നുണ്ട്. ജീവിച്ചിരിക്കുന്നവരുമായുള്ള സമ്പർക്കം കൂടാതെയാണിത്. ഇടവകയിലെ പുരോഹിതനെയും എന്റെ ചില അയൽക്കാരെയുമായി ജീവിച്ചിരിക്കുന്ന വളരെ കുറച്ചു പേരെയെ ഒരാഴ്ചയിൽ ഞാൻ കാണാറുള്ളൂ. ഞാൻ ഈ മലമുകളിൽ ഏകിയായി കഴിയുമ്പോൾ എന്റെ സന്ദർശകർ അവരുടെ പേര് പറഞ്ഞും ചോദ്യങ്ങൾ ചോദിച്ചും പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടും വിദൂരങ്ങളിൽ നിന്ന് വന്നു ചേരുന്നു. താങ്കൾക്കു ലഭിച്ച പരിമിതമായ വിദ്യാഭ്യാസവും എളിയ ഒറ്റപ്പെട്ട ജീവിതവും വെച്ചു നോക്കുമ്പോൾ താങ്കൾ പറയുന്ന കാര്യങ്ങളിൽ ഏറിയ പങ്കും ഇവിടെ വരുന്ന പാവപ്പെട്ട ആത്മാക്കൾ താങ്കളോട് പറയുന്ന കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് ഞാൻ കരുതട്ടെ. അതെ, അതുതന്നെയാണ് ശരി.